നമസ്കാരം. VFPCK പനച്ചവിള യൂണിറ്റ് 8ാമത് വാർഷിക സമ്മേളനം പനച്ചവിള പബ്ലിക് ലൈബ്രറി ഹാളിൽ വെച്ച് നടന്നു. സ്വാഗത സംഘം ചെയർമാൻ കെ സോമരാജൻ അധ്യക്ഷത വഹിച്ചു. VFPCK സംസ്ഥാന ഡയറക്ടർ ബോർഡ് അംഗം കെ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. കൺവീനർ ബി മുരളി സ്വാഗതം പറഞ്ഞു. യൂണിറ്റ് സെക്രട്ടറി ബി സുദേവൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. VFPCK ARM വിപണി ഡെപ്യൂട്ടി മാനേജർ ദിവ്യ വിശ്വനാഥൻ കൃഷിരീതികളെക്കുറിച്ച് വിശദീകരിച്ചു. വിപണി പ്രസിഡന്റ് ചന്ദ്രൻ, വാർഡ് മെമ്പർ രാജീവ് കോശി, ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി രവീന്ദ്രനാഥ്, ഷാഹു ഹമീദ്, രാജൻ ചാക്കോ തുടങ്ങിയവർ പങ്കെടുത്തു. പലരും കരുതുന്ന പോലെ ഏറെ വിപണികളുടെയോ ഏതെങ്കിലും അതുപോലുള്ള വിപണികളുടെയോ തൊട്ട് താഴെയുള്ള യൂണിറ്റ് അല്ല ഈ പനിച്ചോള സ്വാശ്രയ ഗ്രൂപ്പ്. കേരളത്തിൽ ഏതാണ്ട് 20,000-ഓളം സ്വാശ്രയ ഗ്രൂപ്പുകളുണ്ട്. ആ സ്വാശ്രയ ഗ്രൂപ്പുകളുടെ ഒരു കൺസോർഷ്യമാണ് വീട്ടുവിള റിപ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ. അതിൻ്റെ കീഴിൽ 10ഓ 15ഓ സ്വാശ്രയ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ 30 വരെ സ്വാശ്രയ ഗ്രൂപ്പുകൾ ചേർന്നാണ് സ്വാശ്രയ കാർഷിക വിപണി ഉണ്ടായത്. അതാണ് അഞ്ചലേറെ വിപണി. എന്നാൽ വേറെ വിപണിയുടെ കീഴിലുള്ളതല്ല ഇത്. VFPCKയുടെ ഡയറക്റ്റായിട്ടുള്ള ഗ്രൂപ്പുകളാണ് ഈ ഗ്രൂപ്പുകളെന്നുള്ളത്. കാരണം VFPCKയുടെ ഡയറക്ടർ ബോർഡിനെ തിരഞ്ഞെടുക്കുന്നത്, ഡയറക്ടർ ബോർഡ് ചെയർമാൻ എന്ന് പറയുന്നത് കൃഷിമന്ത്രിയായിരിക്കും എല്ലാ കാലത്തും. അതിനെ തിരഞ്ഞെടുക്കുന്നത് ഡയറക്ടർ ബോർഡാണ്. ഞാനിപ്പോൾ ജയിച്ചു വന്ന ഒരാളാണ്. ഞങ്ങളുൾപ്പെടെ 3 സഹപ്രതിനിധികളെ 3 വർഷത്തിലേക്ക് തിരഞ്ഞെടുക്കുന്നത് ഇതുപോലുള്ള ഗ്രൂപ്പുകളിൽ നിന്ന് കമ്പനി ആക്ട് അനുസരിച്ച് വെജിറ്റബിളായിട്ട് ഓഹരി കിട്ടിയിട്ടുള്ള ഓഹരി ഉടമകളാണ്. അതിനുള്ള ഗ്രൂപ്പിന് ഓഹരി ഉണ്ട്.